ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം 11 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 11 ദിവസം യുദ്ധം ഇത്തരത്തിൽ കൊടുമ്പിരി കൊണ്ട് നീണ്ടുപോകുമ്പോൾ ആരാണ് യുദ്ധത്തിൽ ആരെങ്കിലും വിജയം കൈവരിച്ചോ? എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു കാരണവുമില്ലാതെ കളവ് പറഞ്ഞുകൊണ്ട് ഇറാനിൽ ആക്രമണം ആരംഭിച്ച ഇസ്രയേലും അമേരിക്കയും ഏതെങ്കിലും രീതിയിലുള്ള യുദ്ധലക്ഷ്യം ഇറാനിൽ കൈവരിച്ചോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ട്രംപ് യുദ്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ട്രംപ് മെനക്കെടുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 4 ആഴ്ചയോളം യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നും യാതൊരുവിധ ചർച്ചക്കും ഞങ്ങൾ ഒരുക്കമല്ലെന്നും ഇറാൻ തവണകളായി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇസ്രയേലിലേക്ക് വളരെ ശക്തമായ ആക്രമണ പരമ്പരയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുമ്പോൾ തന്നെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രയേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത്തരത്തിൽ ഇസ്രയേലിലേക്കും മേഖലയിലെ അമേരിക്കൻ ബേസുകളിലേക്കും നടത്തുന്ന ആക്രമണങ്ങളിൽ നിരവധി അമേരിക്കൻ സൈനികരും മരിച്ചുപോയിട്ടുണ്ട്. ഇസ്രയേലിൽ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടുകൾ ചെയ്യുന്നതിന് സൈനിക വിലക്കുള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായ പത്രമാധ്യമങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണമുള്ളത് കൊണ്ട് ഇസ്രയേലിൽ നിന്ന് കാര്യമായ വാർത്തകൾ പുറത്തു വരുന്നില്ല. എന്നിരുന്നാലും സാധാരണ ജനങ്ങൾ എടുത്തുവിടുന്ന വീഡിയോകളും മറ്റുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പരക്കെ പരന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോകൾ കാണുമ്പോഴും അതുപോലെ തന്നെ ഫലസ്തീൻ പ്രദേശത്ത് നിന്ന് റാമല്ലയിൽ നിന്നും മറ്റും ചിത്രീകരിക്കുന്ന വീഡിയോകൾ കാണുമ്പോഴും ഇസ്രയേലിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഇറാനിയൻ മിസൈലുകൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്ന വാർത്തയനുസരിച്ച് ഹൈഫയിലെ ഇസ്രയേലിൻ്റെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിലേക്കും മറ്റുമൊക്കെ, ഓയിൽ റിഫൈനറി കേന്ദ്രത്തിലേക്കും മറ്റുമൊക്കെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. ഇത്തരത്തിൽ വളരെ ശക്തമായ ആക്രമണം തിരിച്ചും മറിച്ചും നടക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് തീരെ നഷ്ടങ്ങൾ വന്നിട്ടില്ല എന്നല്ല, അവരുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ തന്നെ ഇസ്രയേൽ കൊന്നുകളയുകയും ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും ഇറാന്റെ വളരെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചിട്ടുണ്ട്. എന്തിനധികം അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് 165ഓളം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇസ്രയേൽ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ ഇറാനിൽ കൈവരിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. അവർ ഉദ്ദേശിച്ച റിജീം ചേഞ്ച്, അതായത് ഇറാനിൽ ഒരു ഭരണമാറ്റമാണ് നെതന്യാഹുവിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ദിവസം ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇറാനിലെ ഭരണമാറ്റം അവിടുത്തെ ജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കതിന് കഴിയില്ല എന്ന് പറയാതെ പറയുകയാണ് ബെന്യാമിൻ നെതന്യാഹു എന്ന പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം വിചാരിച്ചതുപോലെ ഏതെങ്കിലും ഒരു ആയത്തുള്ളയെ കൊന്നുകളഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രിയെ നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടോ ഇല്ലാതാക്കാൻ പറ്റുന്ന സാമ്രാജ്യമല്ല ഇറാൻ എന്നത് ട്രംപിനും ബെന്യാമിൻ നെതന്യാഹുവിനും മനസ്സിലായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിക്കാൻ പോകുന്നു, യുദ്ധം അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. എല്ലാവിധ പ്രകോപനപരമായ വാക്കുകൾക്ക് നടുവിലും ട്രംപ് ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് എത്തുവാനുണ്ടായ കാരണം അമേരിക്ക ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ആഗ്രഹത്തിന് ചലിച്ച് ഇറാനിലൊരു ആക്രമണ പരമ്പരക്ക് നേതൃത്വം കൊടുത്തിട്ട് $5 ബില്യണിലധികം നഷ്ടം വരുത്തി എന്നല്ലാതെ ഒരു രീതിയിലുള്ള യുദ്ധലക്ഷ്യങ്ങളും ഇറാനിൽ കൈവരിക്കാൻ കഴിയുകയുമില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അമേരിക്കക്ക് മനസ്സിലായിരിക്കുന്നു ഇറാനിൽ ഒരു റിജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് അതിപ്രയാസകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കരസേനയുടെ ആക്രമണവും മറ്റുമൊന്നും ഇറാനിലേക്ക് നടത്താൻ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ
അവരുടെ സൗകര്യങ്ങൾ തന്നെ നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ ഇറാന്റെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയും ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു എന്നല്ലാതെ ഇറാനിൽ അവരുടെ യുദ്ധലക്ഷ്യമായ മിസൈൽ സിറ്റികളെ നശിപ്പിക്കുവാനോ അതുപോലെ തന്നെ അവിടെ ഭരണമാറ്റം കൊണ്ടുവരുവാനോ അമേരിക്കക്കോ ഇസ്രയേലിനോ 11 ദിവസമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി അത് കഴിയുകയുമില്ല എന്ന് തന്നെയാണ് നാമും എല്ലാ അന്താരാഷ്ട്ര വിദഗ്ധരും മനസ്സിലാക്കുന്നത്. എന്തിലധികം ദ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ ഈ അമേരിക്കയുടെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിപ്രഹരമായ ആക്രമണം ഇറാനിലേക്ക് അയച്ചുവിട്ടാൽ തന്നെയും ഇറാനിലൊരു ഭരണമാറ്റം കൊണ്ടുവരുവാൻ അമേരിക്കക്ക് കഴിയില്ല എന്ന് തന്നെയാണ് അമേരിക്കൻ ഇന്റലിജൻസ് നടത്തിയ റിപ്പോർട്ടിൽ പറയുന്നത്. അവരുടെ ഒരു സർവേയിൽ പറയുന്നത് ഒരു രീതിയിലും അമേരിക്കയുടെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആക്രമണം നടത്തി കഴിഞ്ഞാലും ഇറാനിൽ റിജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമായ കാര്യമല്ലെന്നാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ബെന്യാമിൻ നെതന്യാഹുവും പറഞ്ഞത്. പക്ഷേ ഇസ്രയേലിലേക്ക് അവർ ഉദ്ദേശിച്ചതിലും വലിയ ആക്രമണ പരമ്പരകൾ നടത്തുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയോടുള്ള GCC രാജ്യങ്ങളുടെ വിശ്വാസ്യത ഓരോ ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അമേരിക്കൻ ബേസുകളിലേക്ക് കുവൈത്തിലെയും അതുപോലെ തന്നെ ബഹ്റൈനിലെയും ഒക്കെ അമേരിക്കൻ ബേസുകളുടെ സ്ഥിതിഗതികൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായ രീതിയിലേക്കായി പോയിരിക്കുന്നു എന്ന് തന്നെ വേണം അവിടെ നിന്ന് വരുന്ന അന്താരാഷ്ട്ര വാർത്തകൾ വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളുമാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ അമേരിക്കൻ ബേസുകളിലേക്ക് നടക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ആക്രമണ ഭീഷണി നേരിടുമ്പോൾ അമേരിക്കയോടുള്ള ഈ GCC രാജ്യങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ ഇത്തരം മിസൈലുകളെയും ഡ്രോണുകളെയും തടുക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന പാട്രിയോട്ട് മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുക വഴി ഇവർ GCC രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ചിലവിലേക്ക് പോവുകയും അമേരിക്കയിലുള്ള GCC രാജ്യങ്ങളുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ അവർ അത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയും ചെയ്യുമ്പോൾ ഒരു വലിയ മാറ്റമാണ് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഈ യുദ്ധം. ട്രംപ് പിടിച്ചെടുത്ത് ഈ യുദ്ധം നിൽക്കുകയില്ല. ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വലിയ വില വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ഒന്ന് താണെങ്കിലും യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെയും LNGയുടെയും പ്രൈസ് പിടിച്ചാൽ കിട്ടുന്നതിനും അപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രവുമല്ല, ഇത്തരത്തിൽ GCC രാജ്യങ്ങളുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുകയും GCC രാജ്യങ്ങളിൽ നിന്നുള്ള ട്രസ്റ്റ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്ക് അടച്ചതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ എണ്ണ വ്യാപാരം സ്തംഭിച്ച അവസ്ഥയിലാണ്. ഡോളറിലാണ് എണ്ണ വ്യാപാരമൊക്കെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ എണ്ണ വ്യാപാരം നടക്കാതിരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡോളറിൻ്റെ മൂല്യത്തിൽ ഇടിവ് വരും ഭാവിയിൽ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനങ്ങളിൽ നിന്ന് തന്നെ ട്രംപിന് പഴി കേൾക്കേണ്ട ഒരവസ്ഥ വരികയും ലോക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് കൂടുതൽ ദിവസം ഈ യുദ്ധത്തെ നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപിന് കഴിയില്ല. പക്ഷേ ഇവിടെ ഇറാന്റെ പക്ഷത്ത് നിന്ന് വളരെ കൃത്യമായി പറയുന്നത് അമേരിക്കയുമായി യാതൊരു ചർച്ചക്കും ഞങ്ങളില്ലെന്നും ഇനി ഞങ്ങളോട് ചർച്ചയ്ക്ക് ടേബിളിലേക്ക് വരാൻ പറയരുത് എന്നുമുള്ള ഒരു വാക്കാണ്. അത്തരത്തിൽ ഏത് രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കും, ആര് മധ്യസ്ഥത വഹിക്കും എന്ന കാര്യത്തിലും ട്രംപ് അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിരന്തരമായി ഇറാന്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും സാധാരണക്കാരെ കൊല്ലുകയും ചെയ്തതുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര വിദഗ്ധരിൽ നിന്നും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും അമേരിക്കയുടെ ഇത്തരം ഇസ്രയേലിൻ്റെ കൂടെ ചേർന്നുകൊണ്ടുള്ള അന്താരാഷ്ട്ര നിയമലംഘനങ്ങളെ എടുത്തു കാണിക്കുകയും അമേരിക്കയുടെ മൂല്യത്തെ ഇടിച്ചു കാണിക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒരു രീതിയിലുള്ള കാര്യവും അവിടെ നടക്കുകയില്ല. ഈ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളെ കൊണ്ട് നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഒരു രീതിയിലും സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ സൂക്ഷിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം മാസങ്ങളായി ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടുള്ള ഈ ആക്രമണത്തിന് ഒരു രീതിയിലും അവിടെ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റാതിരിക്കുവാനുള്ള
വെഡിത്തമൊന്നും ഇറാൻ ചെയ്യുകയില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തിലധികം കഴിഞ്ഞ വർഷം നടത്തിയ 2025 നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി പോലും സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റിയിരുന്നുവെന്നും ഇറാന്റെ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് വലിയ കേടുപാടുകൾ സംഭവിപ്പിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ള വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ പോലും വന്നിട്ടുള്ളതാണ്. അത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ശക്തമായ തിരിച്ചടിയും ഇറാനിൽ അമേരിക്കക്ക് യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയാത്തതും യുദ്ധത്തെ അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. ട്രംപ് ഏത് രീതിയിൽ യുദ്ധത്തെ അവസാനിപ്പിക്കണമെന്ന കൺഫ്യൂഷനിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വരും ഭാവിയിൽ തന്നെ ഏതെങ്കിലും അന്താരാഷ്ട്ര നേതൃത്വം മുന്നോട്ട് വരികയും ഇപ്പോൾ പുടിനും അതുപോലെ തന്നെ ചൈനയും ഒക്കെ ഇറാന്റെ പക്ഷം ചേർന്നുകൊണ്ട് കൃത്യമായി മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് മിഡിൽ ഈസ്റ്റിലെ അശാന്തിക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വാഗ്ദാനം പോലും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്ന് യുദ്ധത്തിനൊരു പരിസമാപ്തി ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.